So hi guys, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഓർഡർ ലിസ്റ്റ്. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. യു ആർ ഗിവൺ എ ഹെഡ് ഓഫ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. ദ ലിസ്റ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് L0, L1 to Ln-1 Ln. Reorder the list to be of the following form: L0, Ln, L1, Ln-1, L2, Ln-2 and so on. You may not modify the values in the list nodes, only nodes themselves may be changed. Okay. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ നോട്ട്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ 1, 2, 3, 4 എന്ന് തന്നിരിക്കുന്നത് നമ്മൾ 1, പിന്നെ 4, പിന്നെ 2, പിന്നെ 3 അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നോട്ട്സ് സെലക്ട് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, സോ അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് ഒരു അറേ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഒരു അറേ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായി അല്ലേ. ലിങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി മൊത്തത്തിൽ മാറും. അതായത് നമ്മൾ ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ വാല്യൂസിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ഒരു അറേയിലോട്ട് നേരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പിന്നെ അറേ പിന്നെ നമുക്ക് ഇൻഡെക്സസ് അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 0, 1, 2, 3 ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ ഒരു പിന്നെ അറേയിലോട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ വേറൊരു ലൂപ്പിൽ നമുക്ക് ജസ്റ്റ് അറേ ഓഫ് 0 ആദ്യം ഇൻസേർട്ട് ചെയ്യണം, പിന്നെ അറേ ഓഫ് N-1 ഇൻസേർട്ട് ചെയ്യണം, പിന്നെ അങ്ങനെ ജസ്റ്റ് അറേയിലുള്ള ഇൻഡെക്സസിന്ന് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി അല്ലേ. അതാണ് ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ്, ഏറ്റവും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു അറേയിലോട്ട് എടുത്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് അതിൻ്റെ ഓരോരോ എലമെൻറ്റ്സിന് ആഡ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ജസ്റ്റ് കോഡ് കാണാം. അത് കോഡ് ചെയ്യാൻ അങ്ങനെ വലിയ പാടുള്ള ഇതല്ല. ജസ്റ്റ് നമ്മളൊരു ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഓരോ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഐറ്ററേറ്റ് ചെയ്യുന്നു. നമ്മൾ അതിനെല്ലാം നോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു അറേ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഐയും ജെയും 2 പോയിന്റേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ IJ വെക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും നോട്ട്സ് എന്ന് പറയുന്ന അറേയിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്നു, അതിൻ്റെ പോയിന്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സിറ്റ് കണ്ടീഷൻ I ഈക്വൽ ടു J അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു J വരുമ്പോഴത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഇൻറ്റ്യൂട്ടീവ് സൊല്യൂഷൻ, ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് N ആയിരിക്കും. അറേൻ്റെ എക്സ്ട്രാ സ്പേസ് എടുക്കുന്നുണ്ട്, സ്പേസ് കോംപ്ലക്സിറ്റിയും ബിഗ് ഓഫ് N ആയിരിക്കും. ഓക്കെ, സോ അതാണ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ, ലിങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ വെച്ച് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. ഈ എക്സ്ട്രാ സ്പേസ് എടുക്കാതെ ഈ ലിങ്ക് ലിസ്റ്റ് വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഈ ലിങ്ക് ലിസ്റ്റിൽ തന്നെ വെച്ചിട്ട് എങ്ങനെ റീഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി ഈ ലിങ്ക് ലിസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഹാഫ് വരെ എങ്ങനെയെങ്കിലും എത്തിയാൽ അല്ലേ, നമ്മൾ ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഹാഫ് വരെ എത്തിക്കഴിഞ്ഞിട്ട് ഈ സൈഡിന് അങ്ങ് റിവേഴ്സ് ചെയ്തു, സെക്കൻഡ് സൈഡിന് നമ്മൾ റിവേഴ്സ് ചെയ്താൽ എന്ത് പറ്റും, ഇതിങ്ങ് പോയിട്ട് ഇതിങ്ങനെയായി. ഓക്കെ, ആൻഡ് ഈ ഒരു കണക്ഷൻ ഇല്ല, അപ്പൊ ഇതൊരു ഹാഫ്, ഇത് നള്ളിലോട്ട് പോയിന്റ് ചെയ്യുന്നു, ആൻഡ് ഇത് നള്ളിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോൾ 2 ലിങ്ക് ലിസ്റ്റ് കിട്ടി. ഏതൊക്കെയാണ്? ഒരു 1, 2 എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ലിസ്റ്റ് കിട്ടി. 1, 2 എന്ന് പറഞ്ഞിട്ട് ഇത് നള്ളിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു ലിങ്ക് ലിസ്റ്റ് കിട്ടി. പിന്നെ 4, 3 എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിങ്ക് ലിസ്റ്റ് കിട്ടി. ഇത് നള്ളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലിങ്ക് ലിസ്റ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? 2 പോയിന്റേഴ്സ് നമ്മൾ അറേയിൽ കണ്ട പോലെ തന്നെ ഇനി 2 പോയിന്റേഴ്സ് പോലെ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക. ആദ്യം ലിങ്ക് ലിസ്റ്റ് 1-ലുള്ള ഇതിൽ നിന്ന് വാല്യൂ പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് പോയിന്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ പോയിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്ന 2 ലിങ്ക് ലിസ്റ്റ് കിട്ടും. എങ്ങനെയാണ്? ഹാഫിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുക, ഹാഫിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിന് റിവേഴ്സ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ 2 ലിങ്ക് ലിസ്റ്റ് കിട്ടും. ആ 2 ലിങ്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ട് സെക്കൻഡ് ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റിലോട്ട് പോയിന്റ് ചെയ്യുക, ഇത് മാറ്റിയിട്ട്. എന്നിട്ട് ഇത് പിന്നെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പോയിന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അതായത് എന്താണ് നമ്മൾ ചെയ്തത്, നമുക്ക് ഈ 1, 2 നള്ളെന്ന് പറഞ്ഞിട്ട് 4, 3 നള്ളെന്ന് പറഞ്ഞിട്ട് 2 ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിന് ഇനി ഇതിന്റെ പോയിന്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഈ 1, 2 പോയിന്റ് ചെയ്യുന്നതിനെ നള്ളാക്കിയിട്ട് നമ്മൾ 1-നെ പിടിച്ചിട്ട് 4-ലോട്ട് പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് 4, 3-ലോട്ട് പോയിന്റ് ചെയ്യുന്നതിന് 4-നെ പിടിച്ച് 2-ലോട്ട് പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് 2-നെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ,
ഇതാണ് നമ്മുടെ ഐഡിയ. നമുക്കിനി കോഡ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കോഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. സോ നമുക്ക് ആദ്യം ഹാഫ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് കാണണം. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ കണ്ട പോലെ നമുക്ക് സ്ലോയും ഫാസ്റ്റ് എന്ന് പറഞ്ഞ 2 പോയിന്റേഴ്സ് വയ്ക്കാം. ഓക്കെ, സ്ലോ എന്ന് പറയുന്നത് ഹെഡായിട്ടും ഫാസ്റ്റും ഹെഡായിട്ട് നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൈൽ ലൂപ്പ് റൺ ചെയ്തിട്ട് സ്ലോ അല്ല ഫാസ്റ്റ് ആൻഡ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്ലോയിനെ ഒരു പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യാം. സ്ലോ ഈസ് ഈക്വൽ ടു സ്ലോ ഡോട്ട് നെക്സ്റ്റ്. അതേപോലെ ഫാസ്റ്റിന് 2 പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഫാസ്റ്റ് മൂവ് ചെയ്ത് ഏറ്റവും എൻ്റെ എത്തുമ്പോഴത്തേക്ക് സ്ലോ കറക്റ്റ് ഹാഫ് ഓഫ് ദ നോഡിൻ്റെ തൊട്ട് മുന്നേ വന്ന് നിൽക്കും അല്ലേ. അങ്ങനെ കറക്റ്റായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി നമുക്ക് വേണ്ടത് നമുക്കിനി ആ സ്ലോയിൻ്റെ ആ നെക്സ്റ്റ് പോയിന്റർ സ്ലോ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിന്റർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ വേണം. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കുക, റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലോട്ട് നമ്മൾ ഈ സ്ലോ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയണം. അതായത് സ്ലോ ഇനി പോയിന്റ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഹാഫ്. സ്ലോ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് പോയിന്റർ ഏതായിരിക്കും, സ്ലോ ഡോട്ട് നെക്സ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ ലിങ്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള അതേ ഇംപ്ലിമെൻറ്റേഷൻ നമുക്കിവിടെ ഒന്നും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് നമുക്കൊരു കറണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നോഡിലോട്ട് അത് എടുക്കാം. നമുക്കൊരു നോഡ് കിട്ടി, അവിടെ നിന്ന് നമുക്ക് ലിങ്ക് ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യണം. അതാണ് നമുക്ക് ഈ ഫംഗ്ഷനിൽ എഴുതേണ്ടത്. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫംഗ്ഷൻ തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം പ്രീവിയസ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നോഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വൈൽ കറണ്ട്. ഓക്കെ, വൈൽ കറണ്ടിൽ വാല്യൂ ഉള്ളത്തോളം കറണ്ട് ഡോട്ട് നെക്സ്റ്റ് നമ്മൾ ആദ്യം പ്രീവിയസിലോട്ട് പോയിന്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് ഡോട്ട് നെക്സ്റ്റിൻ്റെ അടുത്ത് ടെമ്പിൽ വെക്കണം. അതിന് മുന്നേ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീവിയസിനെ നമ്മൾ കറണ്ട് ആക്കി ആൻഡ് കറണ്ടിനെ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ആക്കാൻ ടെമ്പ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പ്രീവിയസിന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ റിവേഴ്സ് ചെയ്തിരിക്കുന്ന എൻഡ് എന്ന് പറയുന്നത്, അതായത് എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, ആൻഡ് നമുക്കിവിടെ ലെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്, സ്ലോ ആയിട്ട് നമുക്ക് വെക്കാം. സ്ലോ ആണ്, ഇപ്പോൾ സ്ലോ അല്ല, ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹെഡായിട്ട് വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹെഡായിട്ട് വയ്ക്കാം. അതായത് ഹെഡ് ഏറ്റവും ആദ്യം നിൽക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻഡ് നമുക്ക് ഇതായിട്ട് നിൽക്കുന്നു. ഫസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടെന്ന് വയ്ക്കാം, സ്റ്റാർട്ടും എൻഡെന്നും വയ്ക്കാം. ഓക്കെ, സ്റ്റാർട്ടെന്നും എൻഡെന്നും കിട്ടി നമുക്ക് 2 എണ്ണം. ഓക്കെ, ഇനി നമ്മൾ സ്ലോ ഡോട്ട് നെക്സ്റ്റ് വെച്ചു. ഇനി നമുക്ക് സ്ലോ ഡോട്ട് നെക്സ്റ്റിൻ്റെ ആവശ്യം കഴിഞ്ഞുകൊണ്ട് അതിനെ നള്ളാക്കാം. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡും നള്ളായി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ രണ്ടിനെയും മേർജ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടും എൻഡും നള്ളാവുന്ന വരെ ഒരു വൈൽ ലൂപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഓരോന്നിനെയും പിടിച്ച് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ സ്റ്റാർട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, എൻഡ് ഇവിടെ നിൽക്കുകയാണ്. ഇനി സ്റ്റാർട്ടിനെ നമ്മൾ എൻഡിലോട്ട് പോയിന്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി എൻഡിലോട്ട് പോയിന്റ് ചെയ്യുക. അതേപോലെ എൻഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റിലോട്ട് പോയിന്റ് ചെയ്യണം. പക്ഷേ സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റ് ഇപ്പോൾ എൻഡിലോട്ട് ആയതുകൊണ്ട് ഇതിനെ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ലെറ്റ് temp1 is equal to start dot next എന്ന് വെക്കാം. ഇതേപോലെ തന്നെ എൻഡിൻ്റെയും വേണം. അപ്പോൾ temp2 എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിളിലോട്ട് എൻഡ് ഡോട്ട് നെക്സ്റ്റും വെക്കാം. ഓക്കെ, സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റ് എൻഡ് ഡോട്ട് നെക്സ്റ്റും എടുത്ത് വെച്ചു. അപ്പോൾ എൻഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായി, temp1 പോയിന്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാർട്ടിനെയും ഇൻക്രിമെന്റ് ചെയ്യണം, എൻഡിനെ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് temp1 എന്ന് എഴുതി. അതേപോലെ തന്നെ എൻഡ് ഈക്വൽ ടു എൻഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് temp2 എന്ന് എഴുതി. കാരണം എന്താണ്, സ്റ്റാർട്ട് ഡോട്ട് നെക്സ്റ്റിന് എൻഡ് ഡോട്ട് നെക്സ്റ്റിന് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക്
നേരെ അതിനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഇട്ട ടെമ്പററി വേരിയബിൾ വെച്ച് നമ്മൾ കൊടുക്കും. അതിന് നമുക്ക് വേറെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, ജസ്റ്റ് ഇത് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അക്സെപ്റ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ ഉള്ളൂ ഇതിൽ. നമ്മൾ സ്ലോവും ഹെഡ് എന്നും ഫാസ്റ്റ് എന്ന് പറഞ്ഞ് 2 പോയിന്റേഴ്സ് വെച്ചു. എന്നിട്ട് ഇത് വെച്ചിട്ട് ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റും വെച്ചിട്ട് നമ്മളിത് ഫുൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് തൽക്കാലം മനസ്സിലാക്കാൻ. ഓക്കെ, ഫാസ്റ്റ് നമ്മളപ്പോൾ ഹാഫ് വരെ കറക്റ്റ് കിട്ടി. നമുക്ക് ഹാഫ് വരെ കിട്ടി. സ്റ്റാർട്ട് നമ്മൾ ഇവിടെ തന്നെ ആദ്യം വെച്ചു. എന്നിട്ട് എൻഡിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഹാഫിൻ്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് നമ്മളങ്ങ് കൊടുത്തു. അതിനെ റിവേഴ്സ് ചെയ്ത് തന്നു. അപ്പോൾ എൻഡ് നമുക്ക് ഏറ്റവും എൻഡായിട്ടുള്ള റിവേഴ്സ് ചെയ്തുകൊണ്ട് ഏറ്റവും എൻഡ് നോഡ് കിട്ടുന്നു. രണ്ടിനെ നമ്മൾ 2 പോയിന്റേഴ്സ് വെച്ച് ഐറ്ററേറ്റ് ചെയ്യുന്നു. ഓരോന്നിനും ഓൾട്ടർനേറ്റീവ്ലി ആഡ് ചെയ്യുന്നു. സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് നള്ളാകുമ്പോഴത്തേക്ക് നമ്മൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സിൽ ഓപ്പോസിറ്റ് എൻഡ്സ് ചെയ്ത് ഓരോ നോട്ട്സ് ആഡ് ചെയ്ത് മാഞ്ഞാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താങ്ക് യു.